ഒരു 3-4 ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഇൻഫെക്ഷൻസ്. നമുക്കത് ബാക്ടീരിയൽ ഇൻഫെക്ഷൻസ് ആവാം, അല്ലെങ്കിൽ നമുക്കത് വെക്ടർ ബോൺ മോസ്കിറ്റോസ് ബോൺ ഇൻഫെക്ഷൻ ആവാം, അല്ലെങ്കിൽ നമുക്ക് ഈ എലിപ്പനി അങ്ങനത്തെ കാര്യങ്ങളും, അല്ലെങ്കിൽ വൈറൽ ഇൻഫെക്ഷൻസ് ലൈക്ക് ഹെപ്പറ്റൈറ്റിസ്. ഇപ്പോൾ വന്ന് കണ്ടുവരും ഹോസ്പിറ്റൽസിൽ വരുന്ന പേഷ്യൻസിന് നമ്മൾ ഹിസ്റ്ററി എടുത്ത് നോക്കുമ്പോൾ അവർ പറയുന്ന കാര്യങ്ങൾ ഇതൊക്കെയാണ്. വെള്ളപ്പൊക്കം വരുമ്പോൾ ഒരു ഉപകാരം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെയൊക്കെ അഡൽട്ട് ലാർവ ഒഴുകിപ്പോകും. കഴിഞ്ഞ വർഷം നമുക്ക് തൃക്കാക്കര ഏരിയയിൽ നിന്ന് ഒത്തിരി ഡെങ്കു കേസസ്, ബിക്കോസ് അവിടുന്ന് കളമശ്ശേരി ലോ ലൈങ് ഏരിയാസ്, കാക്കനാട് ലോ ലൈങ് ഏരിയാസ്, ഇൻഫോ പാർക്ക് ഏരിയാസ്, അവിടെയൊക്കെ നമ്മൾ കാണുന്നത് വെള്ളം പൊങ്ങിയിട്ട് ഇറ്റ് ഇസ് മിക്സിംഗ് വിത്ത് ദ വാട്ടർ ഇൻ ദ കട്ടർ. ഇറ്റ്സ് എ പ്രോസസ് ബൈ വിച്ച് യു കിൽ ഓൾ ഫോംസ് ഓഫ് ഓർഗാനിസംസ് ഓർ ബാക്ടീരിയ, വൈറസസ് ഓർ എനി അതർ വെക്ടേഴ്സ് ഇൻ ഇറ്റ്. അപ്പോൾ തിളപ്പിച്ചാറ്റിയ വെള്ളം പെട്ടെന്ന് ആറ്റാൻ വേണ്ടി അതിൽ ഐസ് ഇടരുത്. That biofilm will serve as a continuous source of infection for the entire family. In generally speaking, personal hygiene it should be ഒരു throughout the year ആയിട്ട് നോക്കേണ്ട ഒരു കാര്യങ്ങളാണ്. അല്ല മഴക്കാലത്ത് കൂടുതൽ, വേനൽക്കാലത്ത് കുറവ് മതി. Over chlorination will lead to a lot of other issues for the human body. Specifically when we talk about Kerala, our state was a role model for the entire country as well as for different nations during the pandemic time. So mask ഇടുകയാണെങ്കിൽ മൂക്കിൻ്റെ മേലിടുക, താഴെ അടിയിൽ വെക്കരുത്. Monsoon ടൈമിൽ you have to be very clear as to why you are taking a paracetamol. കാര്യം ഡെങ്കു കൊണ്ടാവാം, ചിക്കൻ ഗുനി കൊണ്ടാവാം, മലേറിയ കൊണ്ടാവാം, അല്ലെങ്കിൽ ഇപ്പോൾ ലെപ്റ്റോസ്പൈർ അല്ലെങ്കിൽ എലിപ്പനി കൊണ്ടാവാം. ഡോക്ടർ ഒരാൾക്ക്, ഒരു ഇൻഡിവിജ്വലിന് ഒരു ആൻറ്റിബയോട്ടിക് പ്രിസ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ആ ഇൻഡിവിജ്വലിന്, ആ അസുഖത്തിന്, ആ ദിവസങ്ങൾക്ക് വേണ്ടി മാത്രം. ആ ഒരു ആൻറ്റിബയോട്ടിക് എല്ലാ ഇതിനും വർക്ക് ചെയ്യില്ല. നമസ്കാരം. ഒരു വ്യക്തിയെ സംബന്ധിച്ച് ആരോഗ്യമാണ് ഏറ്റവും വലിയ സമ്പത്ത്. ഇപ്പോൾ മഴക്കാലമല്ലേ, ഈ സമയത്ത് നമുക്ക് ആരോഗ്യ പരിപാലനത്തിന് നല്ലൊരു ഗൈഡ് ലൈൻസ് ആവശ്യമാണ്. അതിലേക്കായി നമ്മുടെ ഹെൽത്ത് പ്ലസിലേക്ക് ഇന്ന് അതിഥിയായി വന്നിരിക്കുന്നത് ഡോക്ടർ വിനോദ് ഫ്രാങ്ക്ലിനാണ്. അദ്ദേഹം ഇപ്പോൾ എറണാകുളം മെഡിക്കൽ സെൻറ്റർ ഹോസ്പിറ്റലിൽ കൺസൾട്ടൻറ്റ് ക്ലിനിക്കൽ മൈക്രോബയോളജിസ്റ്റ്, ഇൻഫെക്ഷൻ കൺട്രോൾ ഓഫീസർ ആൻഡ് ക്വാളിറ്റി മാനേജർ എന്നീ നിലകളിൽ സേവനം അനുഷ്ഠിക്കുന്നു. ഗുഡ് മോർണിംഗ് സാർ. മോർണിംഗ് മിസ്റ്റർ. ഓക്കെ, താങ്ക് യു. നമുക്ക് ഇപ്പോൾ മഴക്കാലമാണല്ലോ, എല്ലായിടത്തും മഴക്കാലത്തിൻ്റെതായ ഒരു പ്രശ്നങ്ങൾ എന്ന് വെച്ചാൽ വെള്ളപ്പൊക്കവും അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഇപ്പോൾ ധാരാളം വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ മഴക്കാലത്ത് നമുക്ക് ഈ ആരോഗ്യപരമായിട്ട് എന്തൊക്കെയാണ് നമ്മൾ ഒരു പ്രീക്കോഷൻസ് എടുക്കേണ്ടത്? ഇപ്പോൾ കഴിഞ്ഞ ആഴ്ചകളിൽ മിസ്റ്റർ വർമ്മ നമ്മൾ കണ്ടുവരുന്ന എറണാകുളത്ത് ഫ്ലാഷ് ഫ്ലഡ്സ് ഏരിയാസിലും പിന്നെ കോസ്റ്റൽ ഏരിയാസിലും നമുക്ക് വരുന്ന അവിടുന്ന് ഹൈ വേവ്സ് കാരണം വരുന്ന ഫ്ലഡ്സ് ഓർ വാട്ടർ കമ്മിങ് ഓൺ ടു ദ മെയിൻ റോഡ്സ് ഓഫ് ബിൽഡിങ്സ്. മെയിനായിട്ട് വരുന്ന നമുക്ക് ഏരിയാസിൽ വരുന്ന ഒരു 3-4 ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഇൻഫെക്ഷൻസ്. നമുക്കത് ബാക്ടീരിയൽ ഇൻഫെക്ഷൻസ് ആവാം, അല്ലെങ്കിൽ നമുക്കത് വെക്ടർ ബോൺ മോസ്കിറ്റോസ് ബോൺ ഇൻഫെക്ഷൻ ആവാം, അല്ലെങ്കിൽ നമുക്ക് ഈ എലിപ്പനി അങ്ങനത്തെ കാര്യങ്ങളും, അല്ലെങ്കിൽ വൈറൽ ഇൻഫെക്ഷൻസ് ലൈക്ക് ഹെപ്പറ്റൈറ്റിസ് അങ്ങനെ വരാനുള്ള ചാൻസസ് നമുക്കിങ്ങനെ കുറേ ഇപ്പോൾ വന്ന് കണ്ടുവരും ഹോസ്പിറ്റൽസിൽ വരുന്ന പേഷ്യൻസിന് നമ്മൾ ഹിസ്റ്ററി എടുത്ത് നോക്കുമ്പോൾ അവർ പറയുന്ന കാര്യങ്ങൾ ഇതൊക്കെയാണ്. കട്ട്സ് ആൻഡ് ബ്രൂസസ് കാരണം അവർക്ക് അവിടെ ഇച്ചിങ്, ഫംഗൽ ഇൻഫെക്ഷൻസ് ഓഫ് ദ ലെഗ്സ്. So these are the things which we are commonly seeing in the hospital scenario. പിന്നെ സാറേ, ഈ മഴക്കാലത്ത് സാധാരണ വരാവുന്ന രോഗങ്ങൾ എന്തൊക്കെയായിരിക്കും? ഇപ്പോൾ എറണാകുളം സ്പെസിഫിക്കലി നമ്മൾ എടുത്ത് പറയുന്നതാണ്. ഇപ്പം കേരള സ്പെസിഫിക്കലി എടുത്ത് പറയുകയാണെങ്കിൽ there are endemic areas and epidemic areas. ഒരു വലിയൊരു റീജിയൻസിൽ വരുന്ന നമുക്ക് ഇപ്പോൾ എറണാകുളത്ത് കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് കാണുന്നത് നമ്മൾ ഡെങ്കു, റൈസ് ഇൻ ഡെങ്കു നമ്മൾ എപ്പോഴും പ്രീ മൺസൂൺ ഏരിയ ടൈമിലും അല്ലെങ്കിൽ ടുവേർഡ്സ് ദി എൻഡ് ഓഫ് സമ്മർ we see a rise in dengue. മഴക്കാലം വരുമ്പോൾ നമ്മൾ കാണുന്നതെന്ന് പറഞ്ഞാൽ ഈ വെള്ളപ്പൊക്കം വരുമ്പോൾ ഒരു ഉപകാരം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെയൊക്കെ അഡൽട്ട് ലാർവ ഒഴുകിപ്പോകും. പക്ഷേ അതിൽ വേറെ വരുന്ന മഴയൊന്ന് കുറയുമ്പോൾ അതവിടെ ഇവിടെ കെട്ടിക്കിടക്കും. ഒരു ജനറൽ സയൻറ്റിഫിക് വാട്ട് ദേ സേ ഈസ് ദാറ്റ് ഒരു ഡെങ്കുയുടെ ഒരു eggs they can survive for close to 6 to 8 months വെള്ളം ഇല്ലെങ്കിലും. അപ്പോൾ ഒരു പോക്കറ്റിൽ നമ്മൾ വെള്ളം ഇങ്ങനെ കെട്ടിക്കിടക്കുകയാണെങ്കിൽ അവിടെ മൊസ്കിറ്റോ ലാവയുണ്ട് ആൻഡ് ദ വൈറസ് സർക്കുലേഷൻ ഉണ്ടെങ്കിൽ ആ ഒരു ഏരിയയിൽ, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ കഴിഞ്ഞ വർഷം നമുക്ക് തൃക്കാക്കര ഏരിയയിൽ നിന്ന് ഒത്തിരി ഡെങ്കു കേസസ്, ബിക്കോസ് അവിടുന്ന് ദാറ്റ്സ് എ പോപ്പുലേഷൻ വിച്ച് എറണാകുളം മെഡിക്കൽ സെൻറ്റർ സെർവ്സ് കുറേ സെർവ്. അപ്പോൾ തന്നെ നമ്മുടെ അടുത്തുള്ള urban health center, primary health center and the district health services അവരെ വിളിച്ചറിയിക്കും. The team goes over there. പിന്നെ ഈ വെള്ളപ്പൊക്കം കാരണം വരുന്നതെന്ന് പറഞ്ഞാൽ കണ്ടാമിനേഷൻ ഓഫ് ഡ്രിങ്കിങ് വാട്ടർ വിത്ത് സീവേജ് വാട്ടർ. അങ്ങനെ ആകുമ്പോൾ നമുക്ക് മെയിനായിട്ട് കാണുന്നത് ഹെപ്പറ്റൈറ്റിസ് എ. I think few weeks back one entire village
there was a report of close to 60 or 70 families which was infected with hepatitis A in Ernakulam district itself. എന്നിട്ട് കളക്ടറൊക്കെ അവിടെ പോയിട്ട് എല്ലാവർക്കും കാര്യങ്ങളൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു. ഹെപ്പറ്റൈറ്റിസ് എ പറയുമ്പോൾ പെരുമ്പാവൂർ അതുപോലെ തന്നെ ഹെപ്പറ്റൈറ്റിസ് ഇ ഈസ് ഓൾസോ ക്വൈറ്റ് കോമൺ, ബട്ട് നോബഡി ആക്ച്വലി ലുക്സ് ഫോർ ഇറ്റ് ഇഫ് യു ഡു നോട്ട് ഒരു ഹൈ ലെവൽ ഓഫ് ക്ലിനിക്കൽ സസ്പിഷൻ ഇല്ലെങ്കിൽ. ദെൻ ഈ കട്ട്സ് ആൻഡ് ബ്രൂസസ് കാരണം വരുന്ന ലോക്കൽ ബാക്ടീരിയൽ ഇൻഫെക്ഷൻസ് വെൻ വി ആർ വാക്കിംഗ് ത്രൂ ഡർട്ടി വാട്ടർ, കൺടാമിനേറ്റഡ് വാട്ടർ. ബട്ട് ചില ആൾക്കാർക്ക് ഇപ്പോൾ ഈ താഴ്വാരങ്ങൾ ഏരിയയിൽ നമ്മളിപ്പോൾ കളമശ്ശേരി ലൂലാങ് ഏരിയാസ്, കാക്കനാട് ലൂലാങ് ഏരിയാസ്, ഇൻഫോ പാർക്ക് ഏരിയാസ്, അവിടെയൊക്കെ നമ്മൾ കാണുന്നത് വെള്ളം പൊങ്ങിയിട്ട് ഇറ്റ് ഇസ് മിക്സിംഗ് വിത്ത് ദ വാട്ടർ ഇൻ ദ ഗട്ടർ. സോ ഫംഗൽ ഇൻഫെക്ഷൻസ് ഓഫ് ദ ഫുഡ് or ringworm infections of the feet and skin, those are the things which we are actually seeing these days. Okay. പിന്നെ സാറേ, ഈ എല്ലാവരും പറയുന്നുണ്ട്, പഴയ കാലത്തും ആൾക്കാർ പറയാറുണ്ട് തിളപ്പിച്ച വെള്ളമേ കുടിക്കാവൂ, പ്രത്യേകിച്ച് എസ്പെഷ്യലി ഈ മഴക്കാലത്ത്. നമ്മളത് എന്തെങ്കിലും ഒരു ശാസ്ത്രീയ വശമുണ്ടോ അതിന്? തിളപ്പിച്ച ബോയിലിംഗ് ഈസ് എ മെത്തേഡ് ഓഫ് സ്റ്റെറിലൈസേഷൻ. അത് പണ്ട് കാലം മുതലേ ഉള്ളതാണ്. സ്റ്റെറിലൈസേഷൻ ഇപ്പോൾ നമ്മൾ സയൻറ്റിഫിക് ഡെഫിനിഷൻ പറഞ്ഞു കഴിഞ്ഞാൽ it's a process by which you kill all forms of organisms or bacteria, viruses or any other vectors in it. അപ്പോൾ തിളപ്പിച്ചാറ്റിയ വെള്ളം പെട്ടെന്ന് ആറ്റാൻ വേണ്ടി അതിൽ ഐസ് ഇടരുത്. അത് ഇറ്റ് ഹാസ് ടു തനിയെ ആറി കുടിക്കുക. ദാറ്റ് ഇസ് ദി സേഫസ്റ്റ് ഡ്രിങ്കിങ് വാട്ടർ. പിന്നെ നമുക്കിപ്പോൾ മാർക്കറ്റിൽ വി ഹാവ് എ ലോട്ട് ഓഫ് ഫിൽറ്റേഴ്സ് വിച്ച് കം RO ഫിൽട്രേഷൻ, അങ്ങനത്തെ മൾട്ടിപ്പിൾ ഫിൽറ്റേഴ്സ് ഉണ്ട്. അതും ഇറ്റ്സ് അപ് ടു എ ലെവൽ ഇറ്റ് ഇസ് ഗുഡ്. ബട്ട് അതിൻ്റെ റെഗുലർ സർവീസിങ് ഇല്ലെങ്കിൽ ഇതിൻ്റെ ആ വേരിയസ് ഫിൽറ്റേഴ്സ്, സെഡിമെൻറ്റ് ഫിൽറ്റേഴ്സ് അല്ലെങ്കിൽ മെംബ്രെയിൻ ഫിൽറ്റേഴ്സിൽ ഈ ഓർഗാനിക് മെറ്റീരിയൽ കൂടുതൽ വന്നിട്ട് ബയോഫിലിം ഫോംസ്. ദാറ്റ് ബയോഫിലിം വിൽ സെർവ് ആസ് എ കണ്ടിന്യൂസ് സോഴ്സ് ഓഫ് ഇൻഫെക്ഷൻ ഫോർ ദി എൻറ്റയർ ഫാമിലി. ഓക്കെ. പിന്നീട് നമുക്ക് ഒരു വ്യക്തി ശുചിത്വത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ എല്ലാവരും കുളിക്കുന്നുണ്ട്, എല്ലാം ചെയ്യുന്നുണ്ട്, പക്ഷേ ഈ മഴക്കാലത്ത് രോഗങ്ങൾ വരാൻ സാധ്യത കൂടുതലാണ്. അപ്പോൾ നമുക്ക് പ്രത്യേകിച്ച് എന്തെങ്കിലും ഒരു വ്യക്തി ശുചിത്വത്തെക്കുറിച്ച് പറയാൻ സാധിക്കും? Personal hygiene, monsoon സമയത്ത് in generally speaking personal hygiene it should be ഒരു throughout the year ആയിട്ട് നോക്കേണ്ട ഒരു കാര്യങ്ങളാണ്. അല്ല മഴക്കാലത്ത് കൂടുതൽ, വേനൽക്കാലത്ത് കുറവ് മതി. What happens is, let it be any season, personal hygiene you have to look into properly. പക്ഷേ മഴക്കാലത്ത് what happens is, tendency is നമ്മൾ വേർക്കാത്തത് കൊണ്ട് we feel that we are still clean. But that is not the case. We need to take of our personal hygiene on a day-to-day basis, irrespective of it is monsoon. പക്ഷെ പുറത്ത് പോയിട്ട് കാലിൽ ചെളിയെല്ലാം പറ്റി അഴുക്കുളത്ത് നടന്നു കഴിഞ്ഞാലും ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പേ പ്രോപ്പറായിട്ട് കൈ സോപ്പിട്ട് തേച്ച് കഴുകുക. വീട്ടിൽ കയറുന്നതിന് പഴയ കാലത്തൊക്കെ വീട്ടിൽ കയറുന്ന മുമ്പേ നമ്മൾ കാലൊക്കെ കഴുകിയിട്ട്. സോ ദോസ് വെർ ഓൾ തിങ്സ് പണ്ടും ഉണ്ടായിരുന്നു, ഇപ്പോൾ അത് കണ്ടുവരുന്നില്ല, പ്രാക്ടീസ് ദോഷങ്ങൾ കാണുന്നുണ്ട്. സോ ഇറ്റ് വുഡ് ബി ബെറ്റർ ഇഫ് ദോസ് പ്രാക്ടീസസ് ആർ സ്റ്റിൽ ഫോളോഡ്. പിന്നെ ഈ ക്ലോറിനേഷനെ കുറിച്ച് എന്താണ് സാറിൻ്റെ? കിണറിലും പുഴയിലും ഒക്കെ നമ്മൾ മഴക്കാലത്ത് സാധാരണ ചെയ്യാറുണ്ട്, വേനൽക്കാലത്ത് കുറവാണ്. അപ്പോൾ അത് നമുക്ക് എല്ലാവർക്കും ഇത് സാധ്യമാണോ എന്ന് അറിയില്ല, എങ്കിലും അതിനെക്കുറിച്ചുള്ളൊരു അഭിപ്രായം. മാർക്കറ്റ് ഹാസ് ബിക്കം സോ അഡ്വാൻസ്ഡ്. ഇപ്പോൾ നമുക്ക് ക്ലോറിനേഷൻ, ഇപ്പോൾ ഹെൽത്ത് സർവീസസ് വന്ന് കിണറൊക്കെ ക്ലീൻ ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദേ ഹാവ് എ ഫോർമുല. അതിൻ്റെ വെള്ളത്തിൻ്റെ വോളിയം എടുത്തിട്ട് ഇറ്റ്സ് എ സിമ്പിൾ ഫോർമുല, πr²h 3.14 into radius into 2 into height of how much water. So you get the volume of water. ആ വോളിയം വെള്ളത്തിൽ ഇത്ര പാർട്സ് പെർ മില്യൺ ക്ലോറിൻ വേണം, ജസ്റ്റ് ടു കീപ്പ് ഇറ്റ് സേഫ്. കാരണം യൂഷ്വലി നമ്മളത് എടുത്താലും തിളപ്പിച്ചാറ്റാറുണ്ട്. പക്ഷേ ബേത്തിങ് ആൻഡ് ജനറൽ പർപ്പസസിനാണെങ്കിലും ഒരു മിനിമം ക്ലോറിൻ കണ്ടന്റ് ഇല്ലെങ്കിൽ അതിൽ നിന്ന് കിണറിൽ നിന്ന് ഡയറക്ട്ലി വന്ന വെള്ളമൊക്കെ ആണെങ്കിലും ഇറ്റ് നീഡ്സ് ടു ബി ഡിസ്ഇൻഫെക്റ്റഡ്. ഈ ബോട്ടിൽഡ് വാട്ടറിനൊക്കെ bottled water now, Mr. Verma, both of us were in Maharashtra panda. We used to get small drops of bleaching liquid. One drop in a liter of water, wait for 30 minutes. That was the practice back then. It is enough. It is more than enough. കൂടുതൽ ഒഴിക്കരുത്. Over chlorination will lead to a lot of other issues for the human body. Okay. So chlorination is a good practice. Karyam, one of the issues during heavy rains and flooding, what we are looking at in Ernakulam is that clean, safe drinking water ന് ആൾക്കാർക്ക് കിട്ടുന്നില്ല. അപ്പോൾ now they can approach. അപ്പോൾ അങ്ങനെ വരുമ്പോഴും തിളപ്പിച്ചാട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ആ സോഴ്സസ് ഉണ്ടാവില്ല. Then they have options like alum. അപ്പോൾ ഹാർഡ് വാട്ടറിന് സോഫ്റ്റ് വാട്ടർ ആക്കാൻ alum, and then a drop of chlorine. For example, it's if I believe it is around 0.75 ml for 4 liters of water. Liquid bleach, which contains around 5% or 35% of active chlorine. So that practice is always safe.
സാറേ പിന്നീട് ഈ മഴക്കാലത്ത് പൊതുവെ പ്രായവർക്ക് ആരോഗ്യം പൊതുവെ കുറവായിരിക്കും. ഗർഭിണികൾ, കൊച്ചു കുട്ടികൾ, ഇവരൊക്കെ എന്തൊക്കെ ശ്രദ്ധയാണ് കൊടുക്കേണ്ടത് ആരോഗ്യകാര്യത്തിൽ? നമ്മുടെ ഇപ്പോൾ ആരോഗ്യകാര്യത്തിൽ specifically when we talk about Kerala, our state was a role model for the entire country as well as for different nations during the pandemic times. We showed the entire world what we are capable of. Rather than looking into cure, we are looking into prevention of infections. അപ്പോൾ പിള്ളേർ, പ്രായമുള്ളവർ അല്ലെങ്കിൽ ഇമ്മ്യൂണോ കോംപ്രമൈസ്ഡ്, going into public places, because overcrowding വന്നോ എപ്പോഴെങ്കിലും ഇൻഫെക്ഷൻസിൻ്റെ ട്രാൻസ്മിഷൻസ് വരാൻ ചാൻസ് ഉണ്ട്. So monsoon times what happens is invariably post your summer, it's one cycle of flu season starts. ആ ഫ്ലൂ സീസൺ ഒരാൾക്ക് നിന്ന് കഴിഞ്ഞ് ഇപ്പോൾ ക്രൗഡഡ് പ്ലേസിൽ പോയി കഴിഞ്ഞാൽ അത് ഈസി ആയിട്ട് സ്പ്രെഡ് ആവും. ദാറ്റ് ഇസ് സംതിങ് വിച്ച് വി സോ ഡ്യൂറിങ് ദ പാൻഡമിക് ഓൾസോ. That was a virus. The flu is also a virus. So പുറത്ത് പോകുന്നതും ഗ്യാതറിങ്സും അതൊക്കെ ഒഴിവാക്കുക, അല്ലെങ്കിൽ മാക്സിമം അവോയ്ഡ് ചെയ്യാൻ നോക്കുക. പോവുകയാണെങ്കിൽ പേഴ്സണൽ പ്രൊട്ടക്റ്റീവ്, സിമ്പിൾ വെയറിങ് എ മാസ്ക്, വേറെ മാസ്ക് ആൻഡ് ഗോ. മാസ്ക് ഇടുകയാണെങ്കിൽ മൂക്കിൻ്റെ മേലിടുക, താഴെ അടിയിൽ വെക്കരുത്. So those are the simple things. Previous experience teaches a lot of things. Yeah. പിന്നീട് സാറേ, ഈ സ്ത്രീകൾക്ക് പൊതുവേ ആർത്തവ സമയങ്ങളിൽ ഒരു വ്യക്തി ശുചിത്വം പാലിക്കൽ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. എസ്പെഷ്യലി ഈ മഴക്കാലത്ത് അവർക്ക് എന്തെങ്കിലും ഉപദേശം കൊടുക്കാനുണ്ടോ സാർ? Personal hygiene for women is extremely important. കാര്യം നമ്മുടെ society has still have not come open with hygiene, and open ആയിട്ട് സംസാരിക്കാൻ many people are still not willing. കാര്യം now IM Indian Medical Association, we launched a huge program for menstrual cups. അതിനുള്ള ടേക്കേഴ്സും വോളണ്ടിയേഴ്സും വളരെ കുറവാണ്. But what on the other side of the coin, what is happening is irrespective of using a menstrual pad or the menstrual cups, they are wearing it for a long time. Monsoon samayathu what happens is invariably you just take it for granted. But the thing is, all those practices are not healthy. You go to any of your obstetricians, they will tell you the actual way to use these things. About the proper usage will keep you safe, and hygiene is something that has to be taken care of throughout the year. മഴക്കാലത്ത് കൂടുതൽ വേണം, വേനൽക്കാലത്ത് കുറച്ച് മതി, അങ്ങനെ അവോയ്ഡ് ചെയ്യാൻ പറ്റില്ല. ഹൈജീൻ ഇസ് സംതിങ് ത്രൂഔട്ട് ദ ഇയർ ദ സെയിം പ്രാക്ടീസ് നമ്മൾ ഫോളോ ചെയ്ത് പറ്റും. ഈ മഴക്കാലത്ത് ചിലർ പറയാറുണ്ട് ഹെവി ഫുഡൊന്നും കഴിക്കരുത്, ഒരു സ്ലൈറ്റ് ഫുഡുകൾ കഴിക്കാവൂ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെ വല്ല ഒരു തയ്യാറെടുപ്പ് വേണോ? മിസ്റ്റർ വർമ്മ, മിസ്റ്റർ വർമ്മ പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റ്, there is actually a lot of truth to that. Monsoon times or cold climate times, try avoiding heavy foods. എന്ന് പണ്ട് കാലം എല്ലാവരും പറഞ്ഞു വരുന്നത്, നമ്മൾ ഹെവി ആയിട്ട് കഴിച്ചു കഴിഞ്ഞാൽ lethargy is there, ഡൈജഷൻ്റെ പ്രശ്നങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ ഹാവ് എ ബാലൻസ്ഡ് ഡയറ്റ് ഫ്രം day one onwards. എല്ലാവരും പറയുന്ന ബാലൻസ്ഡ് ഡയറ്റ്, അപ്രോപ്രിയേറ്റ് എമൗണ്ട് ഓഫ് വെജിറ്റബിൾസ്, ഫൈബേഴ്സ്, ഗ്രെയിൻ. ആ സീസണൽ ഫ്രൂട്ട്സ് കഴിക്കുക. ആ സീസണിൽ ഇല്ലാത്ത ഫ്രൂട്ട്സ് നമ്മൾ വാങ്ങിച്ച് കഴിച്ചു കഴിഞ്ഞിട്ട് ഡസ് ഇറ്റ് മേക്ക് എനി ഡിഫറൻസ്? ഐ ഡു നോട്ട് ഹാവ് ദ നോളജ് റിഗാർഡിങ് ദാറ്റ്. ബട്ട് എൻ്റെ തറവാട്ടിലൊക്കെ പറയുന്നത് ആ സീസണിലുള്ള ഫ്രൂട്ട്സ് കഴിക്കുക, ആ സീസൺ കഴിയുമ്പോൾ അടുത്ത സീസണിലുള്ള ഫ്രൂട്ട്സ് കഴിക്കുക. ബട്ട് എവറിത്തിങ് ലൈറ്റ്. ഇപ്പോൾ വീട്ടിലൊക്കെ ഇപ്പോൾ ഞങ്ങൾക്ക് മാക്സിമം ആണെങ്കിൽ വി ഹാവ് കഞ്ഞി അല്ലെങ്കിൽ സൂപ്സ്, അതൊക്കെയാണ് മാക്സിമം ഞങ്ങൾ വീട്ടിൽ കഴിക്കുന്നത്. അപ്പോൾ വി അവോയ്ഡ് ഹെവി ഫാറ്റി ഫുഡ്സ്, പ്രിഫർ ചെയ്യുക ലൈറ്റ് ഫുഡ്. സോ ഇറ്റ്സ് പാർട്ട് ഓഫ് ഓൾ ഹെൽത്തി ഡയറ്റ് ആൻഡ് എ ബാലൻസ്ഡ് ഡയറ്റ്. നമ്മൾ ഈ വാക്സിനേഷൻ വല്ലതും ഒരു പ്രീകോഷൻ എന്നുള്ള നിലയ്ക്ക് എടുക്കാനുണ്ടോ മഴക്കാലത്ത്? പ്രത്യേകിച്ച് പ്രായമായവർ, കുട്ടികൾ, അവർക്കൊക്കെ ദിവസവും സ്കൂളിലൊക്കെ പോകുന്നു, മഴ നനയുന്നു, അങ്ങനെയുള്ള പല പല പ്രശ്നങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ട്. വാക്സിനേഷൻ ഇസ് മഴക്കാലത്ത് മാത്രമായിട്ട് നോക്കേണ്ട കാര്യങ്ങളല്ല. ഇപ്പോൾ ഏത് പ്രായമായാലും, പീഡിയാട്രിക് ആയാലും അഡൽട്ട് ആയാലും, ഹെപ്പറ്റൈറ്റിസ് എ ആൻഡ് ഹെപ്പറ്റൈറ്റിസ് ബിയുടെ കോമ്പിനേഷൻ വാക്സിൻ വരുന്നുണ്ട്. അത് 016 ആയിട്ട് അഡൽട്ട്സിന് എടുക്കാം. പീഡിയാട്രിക് ഡോസേജ് നാഷണൽ ഇമ്മ്യൂണൈസേഷൻ ഷെഡ്യൂൾ ഗിവ്സ് എ സ്പെസിഫിക് ഡോസ്, സിംഗിൾ ഡോസ്, 2 ഡോസസ് ആയിട്ട് അത് പറയുന്നുണ്ട്. വേറെ വരുന്നത് ടെറ്റനസിൻ്റെ ഇതാണ് വാക്സിൻ. ദാറ്റ് ഇസ് ഇമ്മ്യൂണൈസേഷൻ പോലെ ഒരു ഫുൾ ഡോസ് എടുത്തു കഴിഞ്ഞാൽ എല്ലാ 10 വർഷവും ഒരു ബൂസ്റ്റർ ഡോസ് എടുക്കുന്നത് സേഫാണ്. പക്ഷേ ഈ സമയം വരുമ്പോൾ നമ്മളിപ്പോൾ കാലിൽ എന്താണ് വെള്ളത്തിൽ ചവിട്ടുമ്പോൾ എവിടെയാണ് ചവിട്ടിയെന്ന് അറിയില്ല. അപ്പോൾ നമ്മുടെ ലെവൽ ഓഫ് എക്സ്പോഷർ, ലെവൽ ഓഫ് റിസ്ക് നോക്കിയിട്ട്
ഹെൽത്ത് സർവീസസിൻ്റെ ഗൈഡ് ലൈൻസ് കൊണ്ടുവന്നിട്ടുണ്ട്. അത് പ്രകാരം ബൂസ്റ്റർ ഡോസസ് എടുക്കുക. ഒരു ആണിയിൽ ചവിട്ടിന്ന് അപ്പം തന്നെ പോയി എടുക്കുക. നമ്മൾ അവരുടെ അടുത്ത് പറയണം, ഞാൻ ലാസ്റ്റ് ടെറ്റനസിൻ്റെ ബൂസ്റ്റർ എടുത്തത് ഇന്ന സമയത്താണ്, അപ്പോൾ അതിന് വേണ്ടി ഞാൻ എടുക്കണോ. ഡോക്ടർ, ഈ പനി വരുമ്പോൾ സാധാരണ എല്ലാവരും ഓടിപ്പോയി പാരസെറ്റമോൾ കഴിക്കുന്നുണ്ട്. പണ്ട് മുതലേ കാണുന്നതാണ്. സാറിൻ്റെ അഭിപ്രായം എന്താണ് അതിനെക്കുറിച്ച്? സയൻറ്റിഫിക് ഒപ്പീനിയൻ എന്ന് പറഞ്ഞാൽ ഫീവർ ബോഡിയുടെ ഒരു ഡിഫെൻസ് മെക്കാനിസമാണ്. ഇനീഷ്യലി ഇപ്പോൾ ഒരു എക്സ്റ്റേർണൽ ബാക്ടീരിയ, വൈറസ്, ഇനി ഓർഗാനിസം ദേഹത്ത് വന്നു കഴിഞ്ഞാൽ പനി ഈസ് എ റിയാക്ഷൻ ഓഫ് ദ ബോഡിയുടെ ടെമ്പറേച്ചർ കൂട്ടിയിട്ട് സ്വയമായിട്ട് അതിനെ ഹാൻഡിൽ ചെയ്യാൻ, അതിനെ കൊല്ലാൻ നോക്കുക. എന്ന് പറഞ്ഞാൽ ടു ക്രിയേറ്റ് ആൻ അൺഫേവറബിൾ എൻവയോൺമെൻറ്റ് വിത്തിൻ ദ ബോഡി സോ ദാറ്റ് ദീസ് ഓർഗാനിസംസ് ഡൈ. നൗ അങ്ങനെ വരുമ്പോൾ ഡയറക്റ്റ്ലി എടുത്ത് പാരസെറ്റമോൾ കഴിക്കരുത്. പക്ഷേ അതിൻ്റെ കൂടെ ചില ലക്ഷണങ്ങൾ ഉണ്ടാവും. പനി, വിറയൽ, പിന്നെ പനി അല്ലെങ്കിൽ കഴുത്ത് വേദന, അല്ലെങ്കിൽ പിള്ളേർക്ക് അൺകൺട്രോൾഡബിൾ പനി. അങ്ങനെ വരുമ്പോഴും എത്രയും പെട്ടെന്ന് അടുത്തുള്ള ഹോസ്പിറ്റലിൽ പോയി ഗോ ടു ദി എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റ് കാണിക്കുക. സെൽഫ് മെഡിക്കേഷൻ ഇസ് അൺസേഫ്. സോ ദാറ്റ് ഈസ് എ ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് തിങ്. കാര്യം ആ പനി വന്നതിൻ്റെ റൂട്ട് കോസ് നമ്മൾ അറിയാതെ, പനിയൊരു ലക്ഷണം മാത്രം, ഇറ്റ്സ് ഓൺലി എ സിംറ്റം, ഇറ്റ് ഈസ് നോട്ട് എ സൈൻ. കാര്യം പനി വരുന്നത് വേറെ കുറേ കാര്യങ്ങളിലും വരാം. ദേഹത്ത് ഇൻഫ്ലമേറ്ററി കെമിക്കൽസ് റിലീസ് ആയാലും അതിൻ്റെ ഒരു റിയാക്ഷൻ പനിയായിട്ട് വരും. സോ മൺസൂൺ ടൈമിൽ യു ഹാവ് ടു ബി വെരി ക്ലിയർ ആസ് ടു വൈ യു ആർ ടേക്കിംഗ് എ പാരസെറ്റമോൾ. കാര്യം ഡെങ്കു ഉണ്ടാവാം, ചിക്കൻ ഗുനിയ ഉണ്ടാവാം, മലേറിയ ഉണ്ടാവാം, അല്ലെങ്കിൽ ഇപ്പോൾ ലെപ്റ്റോസ്പൈറ അല്ലെങ്കിൽ എലിപ്പനി ഉണ്ടാവാം. അങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ട്, നമുക്ക് പനി വരാം. പിന്നെ ഡോക്ടർ, ഈ ആൻറ്റിബയോട്ടിക്സ് എല്ലാവരും മേടിച്ച് കഴിക്കുന്നുണ്ട്. ചെറിയൊരു അസുഖം വന്നാൽ പോലും അതിനെക്കുറിച്ച് ഡോക്ടറിന് എന്താ പറയാനുള്ളത്? മെഡിക്കേഷൻ സേഫ്റ്റി നമ്മുടെ എല്ലാവരുടെയും റെസ്പോൺസിബിലിറ്റിയാണ്. കാര്യം ഒരു ഡോക്ടർ ഒരാൾക്ക്, ഒരു ഇൻഡിവിജ്വലിന് ഒരു ആൻറ്റിബയോട്ടിക് പ്രിസ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ആ ഇൻഡിവിജ്വലിന്, ആ അസുഖത്തിന്, ആ ദിവസങ്ങൾക്ക് വേണ്ടി മാത്രം. ആ ഒരു ആൻറ്റിബയോട്ടിക് എല്ലാ ഇതിനും വർക്ക് ചെയ്യില്ല. ഇപ്പോൾ വീട്ടിലുള്ള ഒരാൾക്ക് ചുമയ്ക്കും കഫക്കെട്ടിനും ആയിരിക്കും കൊടുത്തേക്കുന്നത്, ഒരു ഓഗ്മെൻറ്റിൻ കൊടുത്തെന്ന് വെച്ചോളൂ, അല്ലെങ്കിൽ അമോക്സിസിലിൻ കൊടുത്തെന്ന് വെച്ചോളൂ. അത് വീട്ടിലുള്ള മറ്റുള്ളവർക്ക് വർക്ക് ചെയ്യണമെന്നില്ല. അത് ദാറ്റ് ഈസ് നോട്ട് എ സേഫ് പ്രാക്ടീസ്. കാര്യം ഈ പ്രിസ്ക്രിപ്ഷൻ ഇങ്ങനെ വെറുതെ ആൻറ്റിബയോട്ടിക് കഴിച്ച് വന്നു കഴിഞ്ഞാൽ ഇവർ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആകുമ്പോൾ ദർ ഇസ് സംതിങ് ദ എൻറ്റയർ വേൾഡ് ഇസ് ഫേസിങ്. ഇറ്റ്സ് കോൾഡ് ആസ് ആൻറ്റിബയോട്ടിക് റെസിസ്റ്റൻസ്. സോ ആസ് ഹെൽത്ത് കെയർ പ്രൊഫഷണൽസ് വി ട്രൈ ടു സ്റ്റാർട്ട് ഓഫ് വിത്ത് ദി ലോവസ്റ്റ് ആൻറ്റിബയോട്ടിക്. എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ ഡ്രഗ് റെസിസ്റ്റൻസിനെ നമുക്കൊന്ന് കൺട്രോൾ ചെയ്യാൻ വേണ്ടി. കാര്യം ഈ ഹൈ ലെവൽ ആൻറ്റിബയോട്ടിക്സ് കഴിച്ചിട്ട് ഹോസ്പിറ്റലിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് വേറെ ഓപ്ഷൻ ഇല്ല. സോ ഇൻവേരിയബ്ലി ഡ്രഗ് റെസിസ്റ്റൻസിലോട്ട് അതൊരു ഇറ്റ്സ് ബിക്കം എ വേൾഡ് ഇഷ്യൂ. ആൻഡ് ദെൻ ദാറ്റ് ഹോസ്പിറ്റൽ ഓൾസോ വിൽ ബി അറ്റ് ലോസ്. കാര്യം വേറെ ആൻറ്റിബയോട്ടിക് ഉണ്ടാവില്ല ഹൈ എൻഡ് പോകാതെ. ദാറ്റ് ഈസ് അൺസേഫ് ഫോർ ദ പേഷ്യൻറ്റ് ടു നോട്ട് take any antibiotics without consulting your physician. So this is the message that has been going around the planet, but people need to be aware they are putting themselves at risk by consuming antibiotics. Pare prescription vechittu pattilla. That please do not do that. പിന്നെ ഡോക്ടർ, ഈ സപ്ലിമെന്റ്സിനെ കുറിച്ച് എന്താണ് അഭിപ്രായം? അത് എടുക്കുന്നതിനെ കുറിച്ച് പലരും ചോദിക്കാതെയും ഒക്കെ എടുക്കുന്നുണ്ടല്ലോ. ന്യൂട്രീഷണൽ സപ്ലിമെന്റ്സ് അല്ലെങ്കിൽ ഇപ്പോൾ അല്ലാതെ തന്നെ കുറേ soft drinks, energy drinks, അങ്ങനത്തെ കുറേ കാര്യങ്ങൾ വരുന്നില്ല. Now there is a limit to which all these nutritional supplements can be absorbed by the body. അതിൻ്റെ അപ്പുറം all that you are creating is expensive urine. That is as simple as that. So nutritional supplements should come from ഒരു recommendation of a medical professional. നമ്മൾ വെറുതെ വലിച്ചു കഴിഞ്ഞാൽ നമുക്ക് പണ്ട് ബി കോംപ്ലക്സ് കഴിക്കായിരുന്നു, അല്ലെങ്കിൽ നമ്മളിപ്പോൾ അയൺ ഫോളിക് ആസിഡ് കഴിക്കുന്നുണ്ട്, അല്ലെങ്കിൽ നമ്മൾ B1 B2 മാത്രം കഴിക്കുന്നുണ്ട്, വിറ്റമിൻ സി ടാബ്ലറ്റ്സ് പണ്ട് കഴിക്കാതെ ഇപ്പോഴും കഴിച്ചു തുടങ്ങുന്നു. ഒരു മെഡിക്കൽ പ്രൊഫഷണലിൻ്റെ റെക്കമെൻഡേഷൻ ഇല്ലാതെ ഡു നോട്ട് ടേക്ക് ദീസ് മോളിക്യൂൾസ്. കാര്യം അത് ഓവർ കൂടിയാലും നമുക്ക് പ്രശ്നമാണ്. ഒരു ബോഡിക്ക് അപ്പുറത്തോട്ടും പോയി കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ബാഡ് ഫോർ ദ എൻറ്റയർ സിസ്റ്റം. അതിന് വല്ല ഏജ് ബാർ വല്ലതും ഉണ്ടോ? ഒരു ഇത്ര പ്രായമുള്ളവർക്ക് ഇത്ര കഴിക്കാം, അങ്ങനെ ഇത്ര പ്രായമുള്ളവർക്ക് ഇത്ര അങ്ങനെ, അതും ദ ഇൻഡിവിജ്വൽ സ്പെഷ്യലിസ്റ്റ് അവരുടെ അടുത്ത് തന്നെ സംസാരിച്ചിട്ട് വേണം കഴിക്കാൻ. കാര്യം ഇപ്പോൾ ഒരു ഡയബറ്റിക് ഇൻഡിവിജ്വൽ പുള്ളിക്കാരൻ അല്ലെങ്കിൽ ഹാർട്ട് ആൻഡ് ഇഷ്യൂസ് ഉള്ള ഒരു ഇൻഡിവിജ്വൽ കൂടുതൽ സോഡിയം അല്ലെങ്കിൽ പൊട്ടാഷ്യത്തിനൊക്കെ അത് വന്നു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ BP ആയിട്ട് ഒത്തിരി വേരിയേഷൻസ് വരാം. സോ ന്യൂട്രീഷണൽ സപ്ലിമെൻറ്റ്സ് കഴിക്കുന്നത് ഫിസിഷ്യൻ അവരുടെ കാണുന്ന ഫിസിഷ്യൻസായിട്ട് സംസാരിച്ച് ഇതിനു വേണ്ടി മാത്രം. സെയിം ഗോസ് ഫോർ ആൻറ്റിബയോട്ടിക്സ് ആൻഡ് സെയിം ഗോസ് ഫോർ ദ ന്യൂട്രീഷണൽ സപ്ലിമെൻറ്റ്സ്. ഡോക്ടർ, ഇപ്പോൾ എല്ലാവരും പുറത്തു പോകുന്നുണ്ട്, റോഡിലൊക്കെ
ഭയങ്കര ചെളിയും വെള്ളവും ബസ് സ്റ്റാൻഡിലായിക്കോട്ടെ എവിടെ ആയിക്കോട്ടെ ഓട അതിൽ നിന്ന് വരുന്ന വെള്ളം അങ്ങനെ നമ്മൾ പല സമയത്തും അതിലൊക്കെ ചെന്ന് ചവിട്ടേണ്ട ഒരവസ്ഥ വരുന്നതാറുണ്ട്. എപ്പോഴും ഷൂസൊന്നും കാലിലുണ്ടാവണമെന്നില്ല, ചിലപ്പോൾ ചപ്പൽസ് ആയിരിക്കാം. അങ്ങനെയൊക്കെ ചവിട്ടി നമ്മൾ വീട്ടിലേക്ക് തിരിച്ചു വരുന്നു. ഒരുപക്ഷെ എല്ലാവരുടെയും വീടിൻ്റെ മുറ്റത്ത് ടൈൽസൊന്നും ആവണമെന്നില്ല, മുറ്റത്തും ചെളി ഉണ്ടാവാം. അപ്പോൾ ഇതെല്ലാം ചവിട്ടിയിട്ടാണ് നമ്മൾ അകത്തേക്ക് കയറുന്നത്. പണ്ടൊക്കെ നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിൽ കിണ്ടിയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു, അങ്ങനെ ഒരു ആചാരം തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ മാറി. ചിലപ്പോൾ പൈപ്പ് ഉണ്ടാവാം, ഇല്ലാതിരിക്കാം. ചിലർ കഴുകുന്നുണ്ടാവാം, കഴുകുന്നില്ലായിരിക്കാം. അപ്പോൾ ഇവർക്ക് എന്താണ് സാറിന് കൊടുക്കാനുള്ളൊരു ഉപദേശം? ഇപ്പോൾ മിസ്റ്റർ വർമ്മ നമ്മൾ നേരത്തെ ഒരു ഡിസ്കസ് ചെയ്ത കാര്യം പേഴ്സണൽ ഹൈജീൻ. ഇപ്പോൾ എറണാകുളം പണ്ട് ടോക്കിംഗ് അബൌട്ട് ഒരു 30-35 ഇയേഴ്സ് ബാക്ക് വീടുകളൊക്കെ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ അപ്പാർട്ട്മെൻറ്റ്സും ഫ്ലാറ്റ്സ് ആയി. അവിടെയൊക്കെ ഈ വീട്ടിൽ കയറുന്നതിന് മുമ്പേ കാല് ക്ലീൻ ചെയ്യൽ അല്ലെങ്കിൽ അങ്ങനത്തെ ആ പ്രാക്ടീസസ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഐ എം നോട്ട് ഷുവർ. കാര്യം ഞാൻ വീട്ടിലാണ്. ഞാൻ എൻ്റെ വാട്ട് ഐ ഫോളോവേഴ്സ്, ഞാനിപ്പോൾ ജോലി കഴിഞ്ഞ് വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ ഇപ്പോൾ റൗണ്ട്സിന് പോയി കഴിഞ്ഞാലും ഇറസ്പെക്റ്റീവ് ഞാൻ നേരെ കുളി കഴിഞ്ഞിട്ടേ തിരിച്ച് എൻ്റെ ഫാമിലിയുടെ കൂടെ ഇൻട്രാക്ട് ചെയ്യാൻ വരുള്ളൂ. ഷൂസും അന്നത്തെ സോക്സും ഇപ്പം നനഞ്ഞാൽ ഷൂസ് ഡ്രൈയിങ്ങിന് പോകും, സോക്സ് ഡ്രൈയിങ്ങിനല്ല, സോക്സ് നേരെ വാഷിങ്ങിന് പോകും. So washing yourself thoroughly with soap and water is the first step to personal hygiene. ഇങ്ങനത്തെ അടുക്കള സ്ഥലങ്ങളിൽ പോയിട്ട് തിരിച്ച് വന്നു കഴിഞ്ഞാൽ ഈ കൊറോണ സമയത്തൊക്കെ നമ്മൾ കുറച്ചും കൂടെ ഇതിനെക്കുറിച്ച് കോഷ്യസ് ആയിരുന്നു. ഇപ്പോൾ അതൊക്കെ മാറി, ജനങ്ങൾ അതൊക്കെ മറന്നു. അപ്പോൾ നമ്മളിപ്പോൾ വെള്ളത്തിലൊക്കെ ചെന്ന് ചവിട്ടി കഴിയുമ്പോൾ സോപ്പും വേറെ എന്തെങ്കിലും സോപ്പും വെള്ളവും ഇസ് മോർ ദാൻ ഇനഫ്. നമ്മൾ ഇടുന്ന ഫുട്വെയർ ആണെങ്കിലും ഇടുന്ന സോക്സ് ആണെങ്കിലും, കാര്യം സോക്സ് നമ്മൾ ഒന്ന് പിഴിഞ്ഞിട്ട് തൂക്കിയിട്ടാൽ പോരാ, അതും നല്ലപോലെ ക്ലീൻ ചെയ്യണം. വിമൻ സാൻഡൽസ് ആണെങ്കിലും അത് മിക്കതും ഇപ്പോൾ ഇഫ് ഇറ്റ് ഇസ് ഐദർ റെക്സിൻ ഓർ ലെതർ, ഇതിൽ ഡേർട്ട് ആദ്യം പിടിച്ചിട്ടുണ്ടാവും. ദേ നീഡ്സ് ടു ബി ഡ്രൈഡ് തറലി ആൻഡ് ക്ലീൻ തറലി. സോ വാട്ടർ പ്രൂഫ് ആണെങ്കിലും നമ്മളിപ്പോൾ കുറേ വെള്ളത്തിൽ നടന്നു കഴിഞ്ഞാൽ നമ്മുടെ കാലൊക്കെ ചെറുതായിട്ട് വിണ്ട് ഉണങ്ങി അതുപോലൊക്കെ വരാറില്ലേ? ദാറ്റ് ഇസ് ബിക്കോസ് ഓഫ് അപ്പോൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ ദ ടിഷ്യൂ പെർഫ്യൂഷൻ ഇൻക്രീസ് ആവുകയാണ്. വി നീഡ് ടു ക്ലീൻ അവർ ഫീറ്റ് ആൻഡ് അവർ ഹാൻഡ്സ് തറലി. വീട്ടിൽ കയറുന്നതിന് മുമ്പ് ചിലപ്പോൾ പൈപ്പോ ഒന്നും ഉണ്ടാവില്ല, പക്ഷെ ചെന്ന് കഴിഞ്ഞാൽ ഡയറക്ട്ലി അതൊന്ന് കൈയും കാലും ഒന്ന് കുളിച്ചിട്ട് മാത്രം ഏറ്റവും സേഫസ്റ്റ്. ഡോക്ടർ, ഈ മഴക്കാലത്ത് ചിലർ സർജറി ചെയ്യാൻ മടിക്കും, വേനൽക്കാലം ആവട്ടെ, അങ്ങനെ എന്തെങ്കിലും ഒരു ഡിഫറൻസ് ഉണ്ടോ മഴക്കാലവും വേനൽക്കാലവും തമ്മിൽ? ഫോർ ദി സ്പെഷ്യാലിറ്റി ഓഫ് സർജറി എൻ്റെ ജനറൽ നോളജ് വെച്ചിട്ട് ഇപ്പോൾ പറയുകയാണെങ്കിൽ അങ്ങനെ ഒരു വ്യത്യാസവും ഇല്ല. എലക്റ്റീവ് സർജറീസ് ദർ ആർ 2 ടൈപ്സ്: എലക്റ്റീവ് സർജറീസ് ആൻഡ് എമർജൻസി സർജറീസ്. എലക്റ്റീവ് സർജറീസ് നമ്മളൊരു ഡേറ്റ് പ്രീഫിക്സ് ചെയ്തിട്ട് പേഷ്യൻറ്റിന് തന്നു വരാൻ പറയുന്നു. Now wound healing or surgery procedure വ്യത്യാസം ഇതിലൊന്നും വരുന്നില്ല. That depends upon each individual. How the body heals, what surgery you're undergoing, long surgery or short surgery or exploratory or laparoscopic or so irrespective of all that, every individual ഒരു ആവറേജ് ആയിട്ട് തന്നെ എല്ലാവരും will behave. So elective surgeries പ്ലാൻ ചെയ്തിട്ടുണ്ട് ഉണ്ടെങ്കിൽ മഴക്കാലം കഴിഞ്ഞിട്ട് ആണെങ്കിൽ please speak with your surgeon. Can this be postponed? Because it's mostly, if I may say it, it's mostly a belief and psychological rather than surgical. ഡോക്ടർ, ഈ നമ്മൾ വെള്ളം കുടിക്കും, ദാഹിക്കുമ്പോഴാണ് കുടിക്കുന്നത്. മഴക്കാലത്ത് ദാഹം പൊതുവെ കുറവായിരിക്കും, വേനൽക്കാലത്ത് കൂടുതലും. അപ്പോൾ എത്ര വെള്ളം കുടിക്കണം ഒരു ദിവസം? മഴക്കാലത്ത് പലരും കുറച്ച് വെള്ളമേ കുടിക്കുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ദോഷം എന്തെങ്കിലും ഉണ്ടോ? ഡോക്ടറുടെ അഭിപ്രായം എന്താണ്? Average hydration of an adult human being, male or female, is average പിടിച്ചു കഴിഞ്ഞാൽ it's around, we can need around 5 liters of water per day of drinking water. അതാണ് നമ്മുടെ ആവറേജ് കൺസംഷൻ ഡെയിലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പക്ഷേ വേനൽക്കാലത്ത് നമുക്ക് ദാഹം വരുന്നു. ദ പ്രോബ്ലം ഇസ് നമുക്ക് എപ്പോഴാണോ ദാഹം വരുന്നത്, ദാറ്റ് ഈസ് എ സൈൻ ദാറ്റ് വി ആർ ഓൾറെഡി ഡീഹൈഡ്രേറ്റഡ്. ആ സ്റ്റേറ്റ് വരെയും ബോഡിയിലെ കൊണ്ടുവരരുത്. സോ ഇൻറ്റിമറ്റൻ്റ് ആയിട്ട് മേ ബി എ ഗ്ലാസ് ഓഫ് വാട്ടർ എവറി 2 hours or 3 hours. ബട്ട് ഹാവിങ് സെഡ് ദാറ്റ്, കുറേ പേർക്ക് വാട്ടർ റെസ്ട്രിക്ഷൻസ് ഉണ്ട്. വാട്ടർ റെസ്ട്രിക്ഷൻ വെച്ചിരിക്കുന്ന പറഞ്ഞാൽ ഫ്ലൂയിഡ് ഓവർലോഡ് അല്ലെങ്കിൽ റീനൽ കപ്പാസിറ്റിക്ക് മേളിൽ പോവാതിരിക്കാൻ വേണ്ടി, അതും അവരെടുത്ത് ഫ്ലൂയിഡ് ഓവർലോഡ് വരാതിരിക്കാൻ വേണ്ടിയാണ് കൺസൾട്ടൻസും ഫിസിഷ്യൻസും അങ്ങനെ വെച്ചിരിക്കുന്നത്. സോ ദാറ്റ് ഹാസ് ടു ബി മെയിൻറ്റെയിൻഡ്. അല്ലാത്തവർക്ക് റെഗുലർലി എത്ര കുടിക്കുന്നു അത്രയും തന്നെ സ്വയമായിട്ട് ഹൈഡ്രേറ്റ് ചെയ്യാം. കീപ്പിംഗ് യുവർ സെൽഫ് ഹൈഡ്രേറ്റഡ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ് ഫോർ ദ സ്മൂത്ത് ഫങ്ഷനിങ് ഓഫ് ഓൾ യുവർ ഓർഗൻസ്. വേനൽക്കാലം ഓർ മഴക്കാലം നോക്കാതെ തന്നെ പഴയതുപോലെ തന്നെ സേഫ് ആൻഡ് ക്ലീൻ ഡ്രിങ്കിങ് വാട്ടർ. ഡോക്ടർ, വൈൻഡപ്പ് ചെയ്യേണ്ട സമയമായെന്ന് തോന്നുന്നു. എന്തായാലും ഇത്രയും നേരം ഞങ്ങൾക്ക് വേണ്ടി സമയം ചെലവഴിച്ചതിന് നന്ദി, നമസ്കാരം. താങ്ക് യു മിസ്റ്റർ വർമ്മ. ഓക്കെ, താങ്ക് യു.